subscribers, channel subscribers. Oh, yeah? That's surprising because mostly they're vegetarian and vegan. No. They're Indians. Oh, Indians. Indians. Okay, this makes sense. നമസ്കാരം, എല്ലാവർക്കും Omkv കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആദ്യമേ തന്നെ എല്ലാവർക്കും നമ്മുടെ ഈസ്റ്റർ വിഷു ആശംസകളുണ്ട്. സംഭവം നമ്മളൊരു കടൽ തീരത്ത് വന്നതാണ്, അതായത് കണ്ണമാലി അടുത്തുള്ള ഒരു കടൽ തീരമാണിത്. അത്യാവശ്യം നല്ലൊരു ബീച്ചാണ്. നമ്മളിന്ന് എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, മട്ടൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം മട്ടൻ ചെയ്യുമ്പോൾ ഇത്തിരി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. അതായത് മട്ടൻ ഒരു കുഴി ഉണ്ടാക്കി, കുഴിയിൽ കനലിട്ട് അതിൻ്റെ അകത്ത് വട്ടയിൽ നമ്മൾ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കണം. അപ്പോൾ ആദ്യം കുഴി എടുക്കണം, മട്ടൻ പെരട്ടി വെക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഈ ഒരു മട്ടത്തിൽ എങ്കിലും നമ്മൾ കുഴി എടുക്കണം. അപ്പോൾ ഇത് ആരാ വന്നേക്കണെന്ന് പറയാമോ? സുനിൽ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോട്ടാ. അപ്പോൾ പുള്ളിയുടെ ഒരു നേതൃത്വത്തിലാണ് നമ്മളിവിടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോണം. അപ്പോൾ നമുക്ക് ഒരുപാട് സഹായം കാര്യങ്ങൾ പുള്ളി ചെയ്ത് തരും. അപ്പോൾ കുഴിയെടുക്കലൊക്കെ പുള്ളി തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, ജിമ്മനല്ലേ. ഡിസൈൻ പുള്ളി പണ്ട് ഡിസൈൻ വർക്കിന് പോയേക്കണോണ്ടേ. എടാ ഇയാള് പണ്ട് മറ്റേ ഡിസൈൻ വർക്കിനൊക്കെ പോകണം കളിക്കണം. അത് ശരിയാണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അധികം മസാലയും കാര്യങ്ങളൊക്കെ ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ സാധാരണ മസാലകളൊക്കെയാണ് ചേർക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ നമ്മുടെ സാറാസിൻ്റെ കുറച്ച് മല്ലിപ്പൊടി, ഒരു മട്ടനിൽ പുരട്ടാനുള്ള അത്രയും എല്ലാം വേണമല്ലോ. അപ്പം അതനുസരിച്ച് നമ്മൾ മസാല ഉണ്ടാക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിലൊക്കെ ചേർക്കണത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കറിയിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പോകണമെങ്കിൽ മഞ്ഞളിൽ കുറുക്കുമീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് അടങ്ങിയിട്ടുണ്ടാണ്. അപ്പോൾ എല്ലാത്തിലും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അത് അതിൻ്റെ ഒരു കാലാവസ്ഥയിൽ വളർന്ന് വന്നാൽ അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശരിക്കും ടെസ്റ്റ് ചെയ്ത് അത് അടങ്ങിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാറാസിൻ്റെ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി അതിൻ്റെ അകത്ത് ചേർക്കണം. ഇത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി അടിച്ചെടുത്ത പേസ്റ്റാണ്. അപ്പോൾ പേസ്റ്റ് ഇത്ര ഉള്ളതുകൊണ്ടാണ് നമ്മൾ പൊടികളൊക്കെ കുറച്ച് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ പിഴിയുന്നുണ്ട്, ഒരു 3 നാരങ്ങ ഉണ്ട്, അത് മൊത്തം നമ്മൾ അങ്ങോട്ട് പിഴിയണേ. മട്ടൻ നല്ലപോലെ വരഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ മസാല റെഡിയാണ്. മട്ടൻ വരഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. മസാല അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് കൊത്തണേണ്ട. അപ്പൊ നമുക്കൊരു നമ്മുടെ ഒരു മദാമ്മയുടെ കൂടെ വന്നാണ് ബീച്ച് കാണാൻ. സബ്സ്ക്രൈബറാണ്, പുള്ളിക്കാരെയും കൂടി നമുക്ക് വേണ്ടി സഹായിച്ചു. California. Oh, we have a lot of subscribers in California. Subscribers, channel subscribers. Oh, yeah? That's surprising because mostly they're vegetarian and vegan. No. They're Indians. Oh, Indians. Indians. Okay, this makes more sense.
ഞാനിവിടെ പൊട്ടം കടിച്ച പോലെ ഇരിക്കണേ, ഇതിലെന്താണൊക്കെ പറയുന്നത്. I was raised on a farm, so like this stuff doesn't bother me. In Jaipur, I filmed like when they were, you know, killing the goats, the halal goats, and my friends were like, "How could you watch that? How could you?" Yeah. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടൻ പെരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു എത്ര നേരം വെക്കാൻ പറ്റുമോ അത്ര നേരം വെക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും കനൽ കത്തിക്കാൻ വേണ്ടി പോകണാണ്. അപ്പോൾ കനൽ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ മട്ടൻ കയറ്റുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിയാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി പരിപാടി. ഉണ്ണിയുടെ തള്ള ഇട്ടിട്ടില്ലേ കഥ, മദാമ്മ പോണുണ്ട്. മദാമ്മ പോയിക്കളെ. അതായത് നമ്മൾ മട്ടൻ വെക്കുന്നതിന് മുമ്പ് മട്ടയുടെ അകത്ത് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. അതായത് കുക്കുംബർ ഉണ്ട്, ക്യാപ്സിക്കം, ക്യാബേജ്, സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചുമ്മാ വെറുതെ കത്തി കൊണ്ടൊന്ന് വെട്ടിയിട്ടേക്കാം. തക്കാളി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ബാക്കി ഉണ്ടായിരുന്ന മസാലയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തൂത്തങ്ങോട്ട് ഇടുന്നതിന് കുറച്ച് ഉപ്പും കൂടി ഇടുന്നില്ല. മസാല ഇങ്ങനെ ഇടണമെന്നില്ല, നമ്മുടെ മസാല ബാലൻസ് ഉണ്ടായിരുന്നോണ്ട് അങ്ങനെ ഇട്ടുന്നുള്ളൂ. ടേസ്റ്റ് ആക്കണ്ടല്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. ദമ്മിടാണ്. ബിരിയാണി ഉണ്ടാ, അരി ഉണ്ടാ? അരിയൊന്നും ഇല്ല, അടുത്ത ആഴ്ച പോയിട്ട്. അടിപൊളിയാണ്ട. എൻ്റെ പിന്നെ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇതുണ്ട താഴത്ത് മസാല എല്ലാം ഇങ്ങനെ വിട്ട് ഒഴുകിയും വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു. ഇനിയിപ്പോൾ ഇത് പൊക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ മട്ടൻ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടാകുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ സാധനം ഇറക്കാൻ വേണ്ടി പോകണേ. സ്റ്റാലിനും നമ്മുടെ ഒരു ചേട്ടനും കൂടി ഇത് താഴത്തേക്ക് ഇറക്കുന്നതായിരിക്കും. കനലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ട് കിടപ്പുണ്ടാ. ഉച്ചക്ക് നട്ടുച്ച 12:20 ഇനി ഒരു 2 മണിക്കൂർ ഞങ്ങൾ കുഴിച്ചിടാനാണ് പ്ലാൻ. ഓക്കെ, ഒന്ന് നേരെയൊക്കെ വെക്കണം. ആ കൊള്ളാം കൊള്ളാം. ഓക്കെ 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 വലിച്ചെടുത്തോ. ഓക്കെ, മണ്ണ് തന്നെത്താനെ ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പതുക്കെ മണ്ണങ്ങോട്ട് ഇട്ട് പയ്യെ മൂടാൻ വേണ്ടി പോണു. അപ്പോൾ അകത്തേക്ക് വീഴാത്ത രീതിയിൽ പതുക്കെ കാര്യം കൊണ്ട് ഇടിച്ചിട്ട് പോകും. പതുക്കെ പതുക്കെ പതുക്കെ. ഓക്കെ, അപ്പം നമ്മുടെ മട്ടൻ എല്ലാം സെറ്റപ്പാക്കി മൂടിയിട്ടുണ്ട്. മുകളിൽ മൂടിയാൽ ചിലപ്പോൾ അടിയിൽ ഉള്ളിൽ മണ്ണ് കയറും, അതുകൊണ്ടാണ് മൂടാത്തത്. ആ സൈഡ് മൊത്തം മൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്, 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട്
നമുക്ക് വരാം. ഓക്കെ. ഒച്ചത്തി വെന്തിട്ടില്ല വേണ്ട മണം വന്നിട്ടപ്പോ. അപ്പൊ നമ്മ പറഞ്ഞ സമയം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മള് മട്ടൺ എടുക്കാൻ വേണ്ടി പോണേ. എന്തായെന്ന് എനിക്കെല്ലാവർക്കും പറയാം. അപ്പോൾ നമ്മുടെ മണിക്കൂറുകൾക്ക് നേരത്തെ പരിശ്രമം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മട്ടൺ തുറന്ന് നോക്കാൻ വേണ്ടി പോണേ. ഇച്ചിരി നീങ്ങിക്കട. മോനെ വന്ന് നോക്ക് മോനെ. പൊക്കി എടുക്കാൻ വേണ്ടി പോണേണ്. അമ്മേ അത്യാവശ്യം ഭയങ്കര ചൂടില്ല, എന്നാലും നല്ല ചൂടുണ്ട്. സംഭവം വിട്ടിരിക്കണായിരിക്കും. രണ്ട് കാല് പോയാ കൈ വിട്ടിരിക്കണേണ് മോനെ. എങ്ങനെ എടുക്കും? ഇങ്ങനെ കോരി എടുക്കാനേ പറ്റുള്ളൂ. വിട്ടുപോലും നടുഭാഗം എളുപ്പം മാറ്റിക്കോ. പകുതി അവിടെ വന്നു. ഇത് തലഭാഗമല്ലേ? പൊളിച്ച് കാനല്ല പറഞ്ഞ വെന്തിട്ടുണ്ടാവൂലോ. വെന്തല്ല, നീ കൂടുതൽ ഇനി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊക്കിയിട്ടല്ലേ ചിലപ്പോ നിറഞ്ഞു. അതവിടെ കിടക്കട്ടെ. അതിൻ്റെ കിടക്കട്ടെ. നമ്മുടെ വെജിറ്റബിൾ അത് ഇതേ മട്ടൻ്റെ പുറത്തട്ടെ. മൂന്ന് ഇട്ടോടെ. അപ്പം ഇങ്ങനെയാണോ ഇതുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഇങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ സാധനം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് പറയാം. ചെറിയൊരു പീസ് എടുക്കാം. ഇത് വലിയ പീസല്ലേ? ചെറിയൊരു പീസേ. എന്താണ് സ്റ്റൈലും? ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ ഇത്? തള്ളി മറിക്കണേണ്. ഒരു രക്ഷയില്ലട്ടോ. നമ്മളെ വെജിറ്റബിളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മട്ടൻ്റെ നെയ്യ് അങ്ങോട്ട് ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലട്ടോ. ഉടഞ്ഞിടാൻ പറ്റുന്നില്ല, എന്നാലും വലിച്ചെടുക്കാം. ഇത് കണ്ട എന്റെ സാറേ, മട്ടൺ ഇത്തിരി വില കൂടുതലാണ്, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വെജിറ്റബിൾസിൽ ഈ പറഞ്ഞ മട്ടൻ്റെ ആ ഒരു ഗ്രേവി അല്ലല്ല, നെയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വെജിറ്റബിളും ഒരു രക്ഷയില്ല. ടൈമിൽ പൊന്നെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റണം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മട്ടൻ കുഴിച്ചിട്ട് കനലിലിട്ട് ചുട്ട് എന്ത് മേഖലയും പറയാം.